ഹായ് ഗൈസ്, ഈ പോക്കിൻ്റെ പിന്നിൽ ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? അതെ, ഉച്ചയ്ക്ക് ഇക്കുന് ചോറ് കൊണ്ടു ചെന്നപ്പോൾ അവന് ചോറ് വേണ്ട, ബിരിയാണി മതി പോലും. അപ്പോൾ രാത്രി ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞൊരു വാക്കിൻ്റെ പുറത്താണ് ഉച്ചയ്ക്ക് ചോറുണ്ടത്. രാത്രി ബിരിയാണി ഉണ്ടാക്കാത്ത വേറെ ഓപ്ഷനും ഇല്ല. നോക്കിയപ്പോഴാണെങ്കിലോ ചിക്കനും റൈസും മാത്രമേ ഉള്ളൂ. ബാക്കി ഐറ്റംസ് വാങ്ങാനായിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോണ പോക്കാണ് കണ്ടത്. ബിരിയാണിയുടെ ഐറ്റംസിൻ്റെ കൂടെ 2 ഐസ്ക്രീമും കുട്ടി മേടിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം അവനും ഒരെണ്ണം അവൻ്റെ അമ്മയ്ക്കും ആണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഓൾറെഡി എനിക്ക് മേടിച്ച ഒരെണ്ണം അവൻ കഴിച്ചു. എന്തായാലും ഞാൻ എൻ്റെ ബിരിയാണി പരിപാടികൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഞാൻ എല്ലാ പാത്രങ്ങളും ക്ലീൻ ചെയ്ത് വെക്കുന്നുമുണ്ട്, അല്ലെങ്കിൽ പിന്നെ അത് ഇരട്ടിപ്പണിയാവും. ചിക്കൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ അരങ്ങത്ത് കയറിയിട്ടുണ്ട്. കാരണം റൈസ് ഉണ്ടാക്കണത് അമ്മയാണ്. ഞാൻ എത്രയൊക്കെ ട്രൈ ചെയ്താലും റൈസ് ഒട്ടിപ്പിടിക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അമ്മയാകുമ്പോൾ അതിൻ്റെ ഒരു കണക്കിന് അങ്ങോട്ട് വെക്കും. എന്നിട്ട് കറക്റ്റ് 3 വിസിലാകുമ്പോൾ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇരുത്തിപ്പോയതാണ് ഇവിടെ. നോക്കിയപ്പോൾ ഇവിടെ വേറൊരു കലാരൂപം നടക്കുന്നുണ്ട്. അച്ഛന് ഡൈ അലർജി ആയതുകൊണ്ട് തന്നെ യൂട്യൂബിൽ കണ്ട എന്തോ ഒന്ന് അച്ഛൻ്റെ തലയിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ. ഇതിനൊക്കെ എന്ത് പറയാനാണല്ലേ. എന്തായാലും നമ്മുടെ ബിരിയാണിയുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എത്തിയിട്ടുണ്ട്. ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട്. അതെ, ദമ്മിടല്. ശരിക്കും എങ്ങനെയാണോ ബിരിയാണി വെക്കുക എന്ന് ചോദിച്ചാൽ അത് എനിക്കും വലിയ പിടുത്തമൊന്നുമില്ല. ഇത് നമ്മുടെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ബിരിയാണി വെക്കണവർ ഇത് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്ത് വിടണേ. ബിരിയാണി തട്ടിക്കൂട്ടാണെങ്കിലും ഗാർണിഷിംഗ് ഒക്കെ ലാവിഷായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാവിഷായിട്ട് ചെയ്ത ഗാർണിഷിങ്ങിനൊക്കെ ശേഷം ബിരിയാണി നമ്മൾ ദമ്മിലിട്ടു. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു പ്ലേറ്റിലാക്കി നേരെ ഇക്കുരി കൊണ്ടുപോയി കൊടുത്തു. അവന് പിന്നെ അച്ചാറിൻ്റെയും സലാഡിൻ്റെയും ഒന്നും ആവശ്യമില്ല. ഒരു പപ്പടവും കുറച്ച് റൈസും ഒരു പീസ് ചിക്കനും മതി. അതെല്ലാം കൂട്ടി ഒരു വായ കൊടുത്ത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ സൂപ്പറാണ് അമ്മ, അടിപൊളി എന്നാണ് അവൻ്റെ കോംപ്ലിമെൻറ്റ്. ഒരാവശ്യമില്ലാത്ത മോട്ടിവേഷൻ തന്ന അവനാണ് എന്നെ വളർത്തണത്. എന്തായാലും രാത്രി ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നത് ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കാറ്.